പത്മജ വേണുഗോപാൽ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിടും ബിജെപിയിൽ ചേരുമെന്ന അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസാണ് നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നത്. അനൂപ്, നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഒരു വിശദീകരണമായി പത്മജ ഇട്ടിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് കാണാതായോ? ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ കാണുന്നില്ല. അതിന്റെ സ്ക്രീൻഷോട്ടുകൾ മാത്രമേ കാണാനുള്ളൂ. പത്മജ വേണുഗോപാൽ കേരളത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ്. കേരളത്തിലെ കോൺഗ്രസിനെ വളർത്തിയ നേതാക്കളിൽ ഒരാളായ കെ കരുണാകരന്റെ മകൾ നേരത്തെ പലതവണ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെയും സ്വന്തം പാർട്ടിയിലെ ആളുകളെ തന്നെ കാലുവാരി തോൽപ്പിച്ചു എന്ന ആരോപണം അവർ പലതവണ ഉന്നയിച്ചതാണ്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം പത്മജ വേണുഗോപാൽ ഡൽഹിയിലുണ്ട്. അവർ ചില ചർച്ചകൾ നടത്തുന്നു എന്ന വിവരമുണ്ട്. നേരത്തെ ഇന്ന് ഉച്ചയോടുകൂടി പത്മജ വേണുഗോപാൽ ബിജെപിയിലേക്ക് പോകുന്നു എന്ന വാർത്തകൾ ചില മേഖലകളിൽ നിന്ന് പടർന്നിരുന്നു എങ്കിൽ കൂടി അവർ വൈകിട്ട് നിഷേധിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. എന്നാൽ പിന്നീട് ഇപ്പോൾ നോക്കുമ്പോൾ ഫേസ്ബുക്കിൽ ആ പോസ്റ്റ് കാണുന്നില്ല. എന്നാൽ അതിന്റെ സ്ക്രീൻഷോട്ടുകൾ പ്രചരിക്കുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും വ്യാപകമായ ഒരു ചർച്ച ഉയരുന്നത് പത്മജ വേണുഗോപാൽ നാളെയോ മറ്റന്നാളോ ബിജെപിയുടെ ദേശീയ ആസ്ഥാനത്തെത്തി ബിജെപി അംഗത്വം സ്വീകരിക്കും എന്നുള്ളതാണ്. പക്ഷേ പത്മജയുമായി നമുക്ക് വിളിച്ച് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ഫോൺ എടുക്കുന്നില്ല. പല സമയത്തും ഫോൺ ബിസിയാണ്. ഔദ്യോഗികമായ ഒരു മറുപടി അവരിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടില്ല. ചില ബിജെപി നേതാക്കളുമായി ബിജെപിയിലെ കേന്ദ്ര നേതൃത്വത്തിലെ ചില ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോഴും അവർ കൃത്യമായ മറുപടി നൽകുന്നില്ല. നേരത്തെ അനിൽ ആന്റണി കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേരുന്ന സമയത്തും സമാനമായ സാഹചര്യമായിരുന്നു. അനിൽ ആന്റണി തന്നെ അവസാന നിമിഷം വരെ, അതായത് അനിൽ ചേരുന്നതിന് 1 മണിക്കൂർ മുൻപ് വരെ അനിലിനോട് സംസാരിച്ചപ്പോൾ ഇല്ല, അങ്ങനെയൊന്നുമില്ല, ചേരുന്നില്ല എന്ന നിലയിലാണ് പറഞ്ഞത്. എന്തായാലും പത്മജ വേണുഗോപാൽ കേരളത്തെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട നേതാവ് എന്നതിൽ ഉപരി കോൺഗ്രസുകാർക്ക് വൈകാരിക അടുപ്പമുള്ള വലിയ നേതാവിന്റെ മകളാണ്. അവർ ബിജെപിയിലേക്ക് പോയാൽ കേരളത്തിലെ കോൺഗ്രസിനെ അത് വലിയ തോതിൽ ബാധിക്കും. അതുകൊണ്ട് തന്നെ വളരെ വലിയ വാർത്തയാണ്. നാളെ മാത്രമേ ഇക്കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയുകയുള്ളൂ. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, പത്മജ ഇപ്പോൾ ഡൽഹിയിലുണ്ട് എന്നും കൂടി അഭ്യൂഹങ്ങളുണ്ട്. ചാലക്കുടി സീറ്റിൽ ഒരുപക്ഷെ ബിജെപിയുടെ സ്ഥാനാർത്ഥിയായി വരുമെന്നൊക്കെ അഭ്യൂഹങ്ങളുണ്ട്. അതൊക്കെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ അനൂപ്? പത്മജ ഡൽഹിയിൽ ഉണ്ട് എന്ന വിവരം നമുക്ക് മുന്നിലുമുണ്ട്. അവർ വാരാണസിയിൽ പോയിട്ടുണ്ട് എന്നതാണ് നേരത്തെ ലഭിച്ച ഒരു വിവരം. തിരിച്ച് ഡൽഹിയിലെത്തി എന്ന വിവരവും അല്പസമയം മുമ്പ് ലഭിക്കുന്നു. എന്തായാലും ഡൽഹി കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 2 ദിവസമായി പത്മജ വേണുഗോപാൽ ഉണ്ട്. ആര്യ തന്നെ സൂചിപ്പിച്ച പോലെ ചാലക്കുടി സീറ്റിൽ പത്മജ വേണുഗോപാലിനെ പരിഗണിക്കുന്നുണ്ട് ബിജെപി എന്നറിയുന്നു. എന്തായാലും ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് അല്പസമയം കൂടി വേണം. മാത്രവുമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പത്മജ വേണുഗോപാൽ ബിജെപിയിലേക്ക് പോവുകയാണ് എങ്കിൽ അത് കേരളത്തിൽ കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്ക് ആളുകൾ പോകുന്നതിന്റെ ഒരുപക്ഷെ അടുത്ത ഘട്ടത്തിന് തുടക്കം എന്ന് മാത്രം നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. കാരണം അത്രയും വൈകാരിക അടുപ്പം കോൺഗ്രസുമായി ഉള്ള, രാഷ്ട്രീയമായ അടുപ്പത്തിനപ്പുറത്തേക്ക് വൈകാരിക അടുപ്പം കൂടി കോൺഗ്രസിനോടുള്ള ഒരു കുടുംബത്തിലെ പ്രധാനപ്പെട്ട അംഗമാണ് പത്മജ. ശരി, എന്തായാലും അഭ്യൂഹങ്ങൾ മാത്രമാണ് ഈ ഘട്ടത്തിലുള്ളത്. പത്മജ വേണുഗോപാൽ ഡൽഹിയിലാണ്. ഒരു ഡൽഹിയിൽ വെച്ച് തന്നെ ബിജെപി അംഗത്വം സ്വീകരിച്ചേക്കും. ഒരു പക്ഷേ ബിജെപിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക മാത്രമാണ് വന്നിട്ടുള്ളത്. പല മണ്ഡലങ്ങളും ഒഴിച്ചിട്ടുണ്ട്. അതിലൊരുപക്ഷെ സർപ്രൈസ് കാൻഡിഡേറ്റായി ഇതിനു മുൻപ് ലോക്സഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പത്മജ. നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി. എന്തായാലും ഒരുപക്ഷെ ബിജെപിയുടെ ലോക്സഭാ സ്ഥാനാർത്ഥിയായി ചാലക്കുടിയിലോ മറ്റോ എറണാകുളത്തോ മറ്റോ വരുമോ എന്ന് നമുക്കിനി കണ്ടറിയേണ്ടി വരും. അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയത്.